അപ്പോൾ ദാ ഇന്ന് ഞാൻ ഒരുപാട് താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ ഞാൻ എൻ്റെ വെയിറ്റ് കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ഇടുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് കളിയാക്കലുകളും ഉണ്ടാവും, എന്തായാലും നെഗറ്റീവ് കമൻറ്റുകളോ അല്ലെങ്കിൽ കളിയാക്കുന്ന എന്തെങ്കിലും കമൻറ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇല്ലാതെ നമുക്ക് നല്ല നല്ല സപ്പോർട്ടായിട്ടുള്ള കമൻറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ നമുക്ക് കമൻറ്റ് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനോടും ഒരുപാട് താങ്ക്സ് പറഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാനിത് രാവിലെ തന്നെ ഇരുന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. വെള്ളം കുടിയൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഡയറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല കുറവായിരുന്നു. അതൊന്നും അങ്ങനെ മൈൻഡ് ചെയ്യാറുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരുപാട് വെള്ളമൊക്കെ കുടിച്ചു റെഡിയായി ഒരുങ്ങുന്നുണ്ട്. രാവിലെ എന്ന് പറഞ്ഞാൽ വെയിറ്റ് നോക്കിയ സമയത്താണ് ഞാൻ ആ ഗന്ധം വിട്ട് ഞാൻ ആ ഇന്നലത്തെ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഇന്നലെ തന്നെയാണ് ഇതും നമ്മൾ ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഇന്ന് വരുന്നത്. അപ്പോൾ ഇത് രാവിലെ ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം 11:30 ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ എനിക്ക് വെയിറ്റ് കണ്ടതിൻ്റെ ഒരു തരിപ്പോണ്ടോ വിഷമം കൊണ്ടോ എന്താ അറിയില്ല, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വല്ലാതെ ഹെവി ആയിട്ട് വേണ്ട ഒന്നും കഴിക്കാനെന്നുള്ള ഒരു എന്താ പറയുക 11:30 ആപ്പിളാണ് ഞാൻ കഴിക്കാനേ ഇരുന്നത്. നമ്മൾ വെയിറ്റ് കൂടുതൽ കണ്ടിട്ട് ഒരു തരിപ്പ് എന്നൊക്കെ പറയില്ല, ആ ഒരു സംഭവത്തിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ഞാൻ ഡയറ്റ് കുറച്ച് സ്ട്രിക്റ്റ് ആണ്, ഓവറാക്കി കൊണ്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് നാളെ ഇങ്ങനെ ആവണമെന്നില്ല. ഞാൻ ഇന്ന് ആ ഒരു തരിപ്പിൽ ഒരു ടെൻഷനിൽ ചെയ്തതാണ്. ഇന്ന് കുറച്ച് ഫുഡ് കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ആവില്ല നാളെ നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ ഒരു പ്ലാനൊക്കെ ചെയ്ത് എല്ലാ സംഭവങ്ങളും വിറ്റമിനും എല്ലാം കഴിക്കണം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അരിഭക്ഷണം കുറച്ച് കുറക്കണം. അരിഭക്ഷണം ആണെന്നല്ലോ പെട്ടെന്ന് വെയിറ്റ് കൂടാനും, മധുരം അരിഭക്ഷണമാണല്ലോ കൂടാൻ കാരണം. അപ്പം നമ്മൾ പിന്നെ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം, അങ്ങനെയൊക്കെയാണ് പ്ലാന്. പിന്നെ ചായ കൂടി കുറച്ച് കുറക്കണം. പിന്നെ ഞാൻ രാവിലെ തന്നെ ബട്ടർ കോഫിയാണ് കേട്ടോ കുടിക്കുന്നത്. ഇപ്പോൾ ഒരു 11:30 ആയപ്പം ബട്ടർ കോഫിയാണ് കുടിക്കുന്നത്. കുറേ ദിവസമായി ബട്ടർ കോഫിയൊക്കെ കുടിച്ചിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ രാവിലെ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതി ഒരു ബട്ടർ കോഫി എടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ 2-3 ഈത്തപ്പഴം, ഒരു 5-6 ബദാം എടുത്തു. ഇതാണ് ഞാനൊരു 11:30 ആയപ്പം കഴിച്ചത്. അത് കഴിച്ചുകൊണ്ട് നമ്മൾ എന്താ പറയുക, ഇന്ന് വലിയ വിശപ്പൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഇതെന്നെ വെയിറ്റ് കൂടിയത് കണ്ടിട്ടുള്ള ആ ഒരു മരവിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഫുഡ് കഴിക്കണം എന്നുള്ള ആ ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നാണെങ്കിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ ഭയങ്കര വയറിനൊക്കെ ഒരു അസ്വസ്ഥതയും ഗ്യാസിൻ്റെയൊക്കെ ഒരു ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എന്താ പറയുക, എനിക്ക് ഒരു സൈഡ്, അതായത് പുറത്തു കൂടെ ഒരു വേദന, ചെറിയ ഗ്യാസിൻ്റെതാണ്. അപ്പോൾ ഗുളികയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ മൂപ്പര് പറഞ്ഞൊന്ന് ഫുഡൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ മന്തി കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞാൽ കുറച്ച് ചിക്കന് മസാല പരത്തി വെച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അത് അതിലേക്ക് പൊരിക്കുക. റൈസ് മാത്രം കിട്ടും ഇവിടെ, ഞങ്ങളിവിടെ എല്ലായിടത്തും കിട്ടും എനിക്കറിയില്ല, ഇവിടെ റൈസ് മാത്രമായിട്ട് കിട്ടും. അപ്പോൾ അതൊരു കുറച്ച് വാങ്ങി. ഞങ്ങൾ 3 ആളേ ഉള്ളൂ. അതിപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് കഴിക്കാൻ വിചാരിച്ചിട്ടില്ല. അപ്പം ഇതും എൻ്റെ ഹസ്ബൻഡ് മാത്രമുള്ള. അപ്പോൾ മൂപ്പര് കുറച്ച് രാത്രി ഉച്ചക്കൊക്കെ മതിയാണ് കുറച്ച് റൈസ് വാങ്ങിക്കൊണ്ടു. അതിലേക്ക് ഞാൻ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലേക്കുള്ള എല്ലാ കറികളും സലാഡൊക്കെ അതിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് പൊരിക്കുന്നത്. പിന്നെ നമ്മൾ പെട്ടെന്നൊരു ഡയറ്റ്, ഇന്നൊന്നും ഡയറ്റ് തുടങ്ങുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തുടങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല. നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, ഒരു സാധാ ഫുഡും കഴിച്ച് അങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ഡയറ്റിന് ആവശ്യമായിട്ടുള്ള ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ നാളെ പോയിട്ട് കുറച്ച് പച്ചക്കറികളും ഫ്രൂട്ട്സും, എനിക്ക് അങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റില്ല. കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ, തണുത്ത ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ തൊണ്ടയ്ക്കൊരു കിച്ചും കാര്യങ്ങളൊക്കെ വരും. അല്ലെങ്കിൽ അന്നുണ്ടായ കഫക്കെട്ടും കാര്യങ്ങളും ഇതുവരെ ഞാൻ റെഡി ആയിട്ടില്ല കേട്ടോ. എപ്പോഴും സൗണ്ടിൻ്റെ കാര്യം റെഡി ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രൂട്ട്സ് കുറവ് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് കൂടുതൽ വെജിറ്റബിൾ വാങ്ങി വെക്കണം, ഉപ്പേരികളൊക്കെ കുറച്ച് കൂടുതൽ കഴിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നാളെ പോയിട്ട് വാങ്ങാം. അപ്പോൾ ഇന്ന് കുറച്ച് ഫുഡൊക്കെ കുറവാണ്. അപ്പോൾ ഞാൻ എല്ലാവർക്കും മന്തിയും പിന്നെ ഇതും സ്കൂളിൽ വന്നാണ്ട് മന്തിയും ഇതൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. പക്ഷെ അവൾ കഴിക്കാൻ വന്നില്ല. കാരണം അവൾക്ക് ഇന്ന് സ്കൂളിൽ വരുമ്പോൾ ഉച്ചയ്ക്ക് വന്നപ്പോഴേ നല്ല ചൂടുണ്ട്. വന്ന പാടെ സോഫയിലൊക്കെ കിടന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഫുഡ് കഴിച്ചിട്ട് ഓക്ക് വാരി കൊടുക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ വേഗം കഴിക്കണം. അപ്പം ബുൾസൈ ആയിട്ടാണ് എപ്പോഴും മുട്ട ബോയിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മറന്നുപോയി. ഇതൊന്നും നമ്മൾ സ്ഥിരം ചെയ്യാത്തത് കൊണ്ട് ഇനിയിപ്പോൾ ആ ഡയറ്റിൻ്റെ ആ ഒരു ഇതിലേക്കൊക്കെ നമുക്ക് കിടക്കണം. അപ്പം അതൊന്നും ചെയ്യാത്തത് കൊണ്ട് അത് പുഴുങ്ങി വെക്കാനേ മറന്നു. അതുകൊണ്ട് ഞാൻ വേഗം വിശപ്പിൻ്റെ ഒരു വിളി കൊണ്ട് ഞാൻ വേഗം ഇങ്ങോട്ട് ബുൾസൈ ആയിട്ട് പൊരിച്ചെടുക്കുക.
വേണ്ടിയിട്ടാണ് ചെയ്തത്. അങ്ങനെ അതും 2 കഷ്ണം ചിക്കനും എടുത്തിട്ട് കഴിക്കുകയാണ്. അപ്പോൾ വെജിറ്റബിളും കാര്യങ്ങളൊന്നും ഇന്നിപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാൻ ഫ്രിഡ്ജിൽ പിന്നെ ക്യാബേജ് ഉണ്ട് കേട്ടോ. പക്ഷേ ഈ മന്തി കൊണ്ടുവന്ന കാരണം കൊണ്ട് ഞാനത് തോരൻ വെക്കാനോ ഉപ്പേരി അങ്ങനെ ഒന്നും നിന്നില്ല. ഇതങ്ങോട്ട് കഴിച്ചു. പിന്നെ ഇച്ചിരി തൈരുണ്ടായിരുന്നു, അത് പിന്നെ എന്താ പറയുക ഇച്ചിരി അങ്ങനെ ഇട്ടിട്ട് ഒപ്പിയിട്ട് ചിക്കൻ അങ്ങനെ കുത്തിയിട്ടാണ് ഞാൻ കഴിക്കണത് കേട്ടോ. പിന്നെ ഞാൻ ഇതുമൂന്ന് ചോറ് വാരി കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇതുമൂന്ന് നല്ല പനി, കാരണം മുഖമൊക്കെ പാടെ ചുകന്ന് കിടക്കുന്നുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പോൾ കുറച്ച് വാരി കൊടുത്തോളൂ, കഴിക്കണില്ല. ഒക്കെ മന്തിയൊക്കെ ആയാലും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് പനി ഉള്ളതുകൊണ്ട് ഒരു വയറിനൊരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവൾ കഴിച്ചില്ല. പിന്നെ ഇച്ചിരി കഴിച്ചിട്ട് ഗുളിക കുടിച്ചോളൂ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചത് ഒരു 5 ഫുഡ് എന്നല്ല, ഒരു ചായ കുടിച്ചു. പിന്നെ ചായ ഞാൻ ഒഴിവാക്കുന്നില്ല കേട്ടോ. പക്ഷേ മധുരം എന്ന് പറയുന്നത് നേർമ മധുരമാണ് ഇടുന്നത്. ഒരു 1/2 സ്പൂൺ പോലെ ഇച്ചിരി ഈ ഒരു കപ്പ് ചായ ഞാൻ ഇപ്പോൾ ഉണ്ടല്ലോ ഡയറ്റ് ചെയ്യാതെ നിന്ന് 2-3 ചായയൊക്കെ കുടിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ നിർത്തി ഒരു ചായ ആക്കാനാണ് എൻ്റെ പ്ലാന്. അപ്പം എന്താ പറയുക, ചായ ഒഴിവാക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ്. ഏതായാലും ഞാൻ അത് മാത്രം കുടിച്ചു. അപ്പോൾ രാവിലെ തന്നെ ബദാമൊക്കെ തിന്നതുകൊണ്ട് പിന്നെ അതിലേക്ക് ഞാൻ വേറെ സ്നാക്സോ കാര്യങ്ങളോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. ഇനി ബദാം ഒന്ന് വൈകുന്നേരത്തെ ചായക്ക് കുടിക്കുന്ന രീതിയിലാക്കണം. രാവിലെ മുട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ ചെറിയതായിട്ടുള്ള പ്ലാനൊക്കെ മാറ്റണം. അപ്പോൾ എന്തായാലും ഒരാഴ്ചത്തെ ഞാൻ കഴിക്കുന്ന ഒരു റൊട്ടീന് ഞാൻ ഇങ്ങനെ എന്തൊക്കെയാണ് കഴിക്കണത് എന്നൊക്കെ ഞാൻ ഒരാഴ്ചത്തെ സംഭവങ്ങളൊക്കെ വീഡിയോ ഇടാം. അത് കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ ആയിരിക്കും. എന്തായാലും ഒരു 3-4 ദിവസം കൂടുമ്പോൾ നമുക്ക് വെയിറ്റ് ഒന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസം ഞാൻ വെയിറ്റ് കാണിക്കുള്ളൂ കേട്ടോ, നോക്കുള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഡെയിലി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ കഴിച്ചിട്ട് ഈ ചായയും കൂടി കുടിച്ച് ഞാനിങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു 6-6:30 ആയപ്പോൾ എനിക്ക് വിശപ്പിൻ്റെ വിളി ഭയങ്കര വിശപ്പിട്ടു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഞാൻ ചോറും പിന്നെ മൂപ്പര് മന്തിനെ കഴിച്ചു, അത് ചിക്കനൊക്കെ ഒന്നും കൂടി പൊരിച്ച് അതൊക്കെ കഴിക്കുന്ന സമയത്ത് ഞാൻ ഒരു കഷ്ണം ചിക്കനും പിന്നെ ക്യാരറ്റ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതിങ്ങനെ ഒന്ന് കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് അത് ചെറിയ പീസാക്കിയിട്ട് അതും കൂടി എടുത്തിട്ട് അങ്ങനെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ എന്നാൽ വെജിറ്റബിൾ ആയല്ലോ. പിന്നെ ഫ്രിഡ്ജിൽ ഇതുണ്ടായിരുന്നു, എന്താ പറയുക, നമ്മളെ തണ്ണിമത്തനുണ്ടായിരുന്നു. പക്ഷേ തണുപ്പാണ്, നല്ല തണുപ്പ്. അവനക്ക് എടുത്ത് കഴിച്ചാൽ ശരിയാവില്ല എന്ന് തോന്നിയിട്ട് കഴിച്ചില്ല. ആ സമയത്താണ് ഞങ്ങളെ ഗ്രൂപ്പ് കോൾ ഉണ്ടായിരുന്നത്. മോളും ഉണ്ട്, പിന്നെ തുത്തുണ്ട്, ഉമ്മയുണ്ട്, ഞാനുണ്ട്. അങ്ങനെ ഞങ്ങൾ 4 ആളും കൂടിയുള്ള ഒരു ഗ്രൂപ്പ് കോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോട് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ ഫുഡ് കഴിക്കണത് കേട്ടോ. അപ്പോൾ ഓലും ഇങ്ങനെ കാണുന്നുണ്ട് എന്താണ് കഴിക്കണത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ചോദിക്കുന്നുണ്ട്. തുത്തും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓള് ഇങ്ങനെ ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓളെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ വന്നപ്പോൾ താൽക്കാലികമായിട്ട് നിന്നതാണ്. വീണ്ടും തുടങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇനി ഞാൻ ഒഴിവാക്കൂല, ഞാനൊരു 10 കിലോ കുറച്ചിട്ട് തന്നെ നിർത്തുള്ളൂ എന്നാണ് ഇതുവരെ വിചാരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഇന്ന് കഴിച്ചത്. എന്തായാലും നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് വെയിറ്റ് നോക്കാം. നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം. സപ്പോർട്ട് ചെയ്തവരെല്ലാവർക്കും നന്ദി.